ഗവൺമെന്റ് ഇതിനെ നോക്കിക്കാണുന്ന രീതിയിൽ അവർ കുറച്ചും കൂടെ സെൽഫ് ക്രിട്ടിക്കലായിട്ട് നോക്കും ഇനിയെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം 4.5 വർഷം എന്ന് പറയുന്നത് നമ്മൾ പലവരുടെയും ജീവിതത്തിൽ 4.5 വർഷം നമ്മളുടെ ജീവിതമാണ് അതിൽ പോയിരിക്കുന്നത്. നമ്മൾ വിശ്വാസം ഏൽപ്പിച്ചിട്ട് ഇൻ പവർ വന്നിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ്. വളരെ അവരുടെ തന്നെ എത്തിക്സിന് എതിരെയായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഒരു തൊഴിലിടത്ത് ഒരിക്കലും നടക്കാൻ പാടാത്ത ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള പവർ സ്ട്രക്ചർ ഉണ്ടാവും, അത് ഉണ്ടായത് അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ അവർ തന്നെ കേസ് കൊടുക്കട്ടെ എന്നൊക്കെ പറയുമ്പം അതൊരു വല്ലാത്ത അബാൻഡനിങ് ഓഫ് യുവർ സിറ്റിസൻസ് ആണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരുപാട് സങ്കടം വരുന്നുണ്ട്. പിന്നെ മാത്രം വെച്ചാൽ ഈ 4.5 വർഷത്തിൽ ഇതിനു മുമ്പ് ഇത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഈ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് ഒരു വളരെയധികം ഒരു ക്വിക്ക് സാൻഡ് പോലെയാണ്. അതിലങ്ങ് നമ്മൾ ആഴ്ന്നു പോവുകയുള്ളൂ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എത്ര പേരുടെ ജീവിതം മെച്ചപ്പെട്ടേനെ, എത്ര പേർക്ക് ജോലി കിട്ടിയേനെ, എത്ര പേർക്കെതിരെ ഇത്തരം സെക്ഷൽ ഹറാസ്മെന്റ് വരാതിരുന്നേനെ. ഈ ഒരു ഫോക്കസിൽ സ്ത്രീകളുടെ സുരക്ഷ വളരെ മുൻകൂട്ടി കാണുന്നു എന്ന് ക്ലെയിം ചെയ്യുന്ന നമ്മുടെ ഗവൺമെന്റ് അത് പറയുന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ഹാവ് ഡൺ ഇറ്റ് ബിഫോർ, ആൻഡ് ഇറ്റ്സ് ഓൾറെഡി ടു ലേറ്റ് ഇൻ മൈ ഒപ്പീനിയൻ. അറ്റ്ലീസ്റ്റ് നൗ ഇത്തരം ഊഹാപോഹങ്ങളും ഡിസ്കഷൻസും അറ്റ്ലീസ്റ്റ് കോൺഫ്ലിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ടു യുവർ ഓൺ വാല്യൂസ് പറയാതെ കാര്യത്തിലേക്ക് വരിക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഓൺ വാട്ട് ആർ മിനിസ്റ്റേഴ്സ് ഹാവ് ബീൻ സെയിങ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ തന്നെ വിമൻ സ്ലാഷ് ഗേൾസ് എന്ന നിലയിലാണ് പല കാര്യങ്ങളും വിറ്റ്നസസിനെ കുറിച്ച് പറയുമ്പോൾ ഹേമ കമ്മിറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗേൾസ് എന്നുള്ള ആ വാക്കുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ പോക്സോ നിയമപ്രകാരം ശിക്ഷ കിട്ടാവുന്നത്, അല്ലെങ്കിൽ ആ നിലയിൽ വിചാരണ ചെയ്യേണ്ട കുറ്റകൃത്യങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ടോ എന്ന സംശയം ഉണ്ടാവുന്നുണ്ട്. WCCക്ക് അങ്ങനെ സംശയമുണ്ടോ? വൺസ് അഗൈൻ ഐ വോണ്ട് ടു സേ, കളക്റ്റീവ് എന്ന രീതിയിൽ നമ്മൾ ഇപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ സെന്റൻസും ഓരോ ലൈനും ഓരോ പാരഗ്രാഫും വളരെ ഒട്ടും ലാഘവത്തോടെയല്ല നമ്മൾ ഇതിനെ കാണുന്നത്. ഇഫ് ദ കമ്മിറ്റി ഹാസ് യൂസ്ഡ് ഒരു വാക്കിന് പകരം വേറൊരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള എന്താണ് ഉദ്ദേശം എന്നുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഞാൻ ആസ് എ പേഴ്സൺ, ആസ് പാർവതി, നോട്ട് സ്പീക്കിംഗ് ഫോർ ദ കളക്റ്റീവ്, ഐ വിൽ സേ ഈ ഒരു ചോദ്യം ഈ ഹേമ കമ്മീഷനിൽ ഉള്ള കമ്മിറ്റി മെമ്പേഴ്സും ഗവൺമെൻറ്റും തമ്മിലുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഡിസ്കഷനിലേക്ക് പോകേണ്ടത് തന്നെയാണ്. അങ്ങനെ ഒരു ചേഞ്ച് ഇൻ വേർഡ് വന്നിരിക്കുന്നത് രാഘവത്തോടെ എഴുതി പോയതാണെങ്കിൽ അത് അങ്ങനെ ആവാം. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതിന് അതേ രീതിയിൽ തന്നെ പോലീസും ഗവൺമെൻറ്റും അത് നോക്കിക്കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ഒരുപക്ഷെ ഹേമ കമ്മിറ്റിയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ, എനിക്ക് തോന്നുന്നു WCC പോലും ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് വെട്ടി തുറന്ന് പറഞ്ഞ ആളാണ്, ഒരു അഭിനേത്രിയാണ് പാർവതി. അന്നത്തെ ആ കാലത്തിന് ശേഷം, അല്ലെങ്കിൽ പോട്ടെ, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിക്ക് ഇടയാക്കി ഈ മൊഴികളൊക്കെ കൊടുക്കാൻ വേണ്ടി വന്ന ആ സമയം, അതായത് 2017-18 കാലഘട്ടം, 2018 എന്ന് പറയാം, ആ കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ എത്രത്തോളം ഇംപ്രൂവ്മെന്റ് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പാർവതി പറയുക? ഇപ്പോഴും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് പറയാൻ സാധിക്കുമോ? അതോ പുതിയ ഒരു തലമുറ കൂടി സിനിമയിലേക്ക് വരുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ടോ? ആബ്സല്യൂട്ട്ലി. ഒരു പുതിയ തലമുറയുടെ എൻട്രി ഇൻ ടു ദ ഫിലിം ഇൻഡസ്ട്രി ഒരുപാട് മാറ്റങ്ങൾക്ക് വഴി തെളിയിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ 2017 വിമൻ ഇൻ സിനിമ കളക്റ്റീവ് തുടങ്ങിയതിൽ നിന്ന് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ടീം, ഓരോരോ ഫിലിം മേക്കേഴ്സിൻ്റെ ടീമിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും ഞാൻ വളരെയധികം മാറ്റങ്ങൾ അവരുടെ പ്രാക്ടീസസിൽ കാണുന്നുണ്ട്, അവരുടെ ആറ്റിറ്റ്യൂഡിൽ കാണുന്നുണ്ട്, അവരുടെ വർക്ക് പ്ലേസിനെ വീക്ഷിക്കുന്ന രീതിയിൽ കാണുന്നുണ്ട്. അവർ ഇനി പഴയ രീതികളിലേക്ക് നമ്മൾ തിരിച്ചു പോകരുത് എന്നുള്ള അവരുടെ ഒരു ദൃഢനിശ്ചയം ഞാൻ അവരുടെ ഓരോരോ ഇൻറ്റൻഷനിലും, അവർ ചെയ്യുന്ന സിനിമകളിലും, സിനിമയുടെ കഥകളിലും, സ്ക്രീൻ പ്ലേയിലും, അവരുടെ സെറ്റ് അവരെങ്ങനെ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതിലും കാണുന്നുണ്ട്. ഒരുപാട് പുതിയ പ്രൊഡ്യൂസേഴ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് പുതിയ റൈറ്റേഴ്സ്, ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട്. ഈവൻ ഈ പ്രോഗ്രസീവ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഈവൻ നോട്ട് ജസ്റ്റ് ഇൻ ദ ന്യൂ കമേഴ്സ്, ഈവൻ ഇതിന് മുമ്പുള്ള സീനിയേഴ്സിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള ഓപ്പൺ കോൺവെർസേഷൻസും ഡിസ്കഷൻസും മാറ്റങ്ങളും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഞാൻ ഇപ്പോഴും മാറ്റി വെക്കുന്നത് അത് ഇല്ലാന്ന് പറയുകയല്ല, പക്ഷെ ഇതിൻ്റെ കോറിൽ നിൽക്കുന്ന കാര്യങ്ങളിൽ മാറിയാലേ ഇതിനൊരു വ്യാപ്തി ലഭിക്കുള്ളൂ. അങ്ങനെയാണെങ്കിലേ പലവർക്കും, അതായത്
ഇപ്പം ഞാൻ ബെനിഫിറ്റ് ചെയ്യുന്ന പോലെയല്ല വേറെ പല ആക്ടേഴ്സും ബെനിഫിറ്റ് ചെയ്യുന്നത്. അവർ പലവരും നിൽക്കുന്നത് സപ്പോർട്ടിംഗ് കാസ്റ്റ് സ്പേസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജൂനിയർ ആക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈവൻ ഡാൻസേഴ്സ് ഉണ്ട്, പാസിങ്ങിൽ വരുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാവരെയും ചേർത്ത് നിന്നിട്ടുള്ള മാറ്റങ്ങൾ കാണണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു സിസ്റ്റമിക് സംഭവം വന്നേ പറ്റൂ.